കേരളത്തിൽ നടക്കുന്ന ദേശീയപാത വികസനത്തിൻ്റെ വടകരയിൽ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മൂരാട് പാലം മുതൽ കൈനാട്ടി വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ അപ്ഡേറ്റ്സാണ്. വാഗാട് എന്ന കമ്പനിയാണ് നമ്മുടെ വടകര റീച്ചിൽ നമ്മുടെ അഴിയൂർ മുതൽ വെങ്ങലം വരെയുള്ള റീച്ച് ഏറ്റെടുത്ത് നടത്തുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കൂടുതൽ പ്രേക്ഷകർ മൊബൈലാണ് വീഡിയോസ് കാണുന്നതെന്ന് അറിയാം. അപ്പോൾ ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കണേ. കാരണം അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ നമുക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും. പുതുതായി നിർമ്മിച്ച മൂരാട് പാലത്തിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയ പാലം ഓർമ്മയായിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഈ മൂരാട് പാലത്തിൽ കൂടിയുള്ള പഴയ പാലത്തിൽ കൂടിയുള്ള ഗതാഗത കുരുക്കിനൊരു പരിഹാരമായെന്ന് തന്നെ വേണം പറയാൻ. പ്രത്യേക പദ്ധതി പ്രകാരം നമ്മുടെ പാലോളിപ്പാലം മുതൽ മൂരാട് പാലം വരെ 2.1 കിലോമീറ്ററിലാണ് നിർമ്മാണം തയ്യാറാക്കിയത്. ഏകദേശം 68.5 കോടി രൂപയാണ് ഇതിനായി ചെലവഴിച്ചത് കേട്ടോ. മൂരാട് പുതിയ 6 വരിപ്പാലം വന്നതോടുകൂടി നമ്മുടെ ബ്രിട്ടീഷ് കാലത്ത് 1940 നിർമ്മിച്ച ഈ മൂരാട് പഴയ പാലമാണ് ഓർമ്മയായി. മൂരാട് ഓയിൽ മിൽ അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള സർവീസ് റോഡ് കൂടി പ്രവേശിച്ചാണ് നിലവിലിപ്പോൾ നമ്മൾ പഴയ പാലത്തിൽ കൂടി പ്രവേശിക്കുന്നത്. നമ്മുടെ മൂരാട് പാലം കഴിഞ്ഞുള്ള ഭാഗത്ത് ഈ വലതുഭാഗത്തായിട്ട് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഇവിടെ സോയിൽ നെയിലിംഗ് ഒക്കെ നടത്തിയ ഭാഗമാണ്. ഇപ്പോൾ കേരളത്തിൽ പല ഭാഗങ്ങളിലും ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് മഴക്കാലത്ത് കുന്നുകൾ ഇടിക്കുമ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ടാവാറുണ്ട്. നമ്മുടെ കേരളത്തിലെ മറ്റു റീച്ചുകളെ സംബന്ധിച്ച് നമ്മുടെ വടകര ഭാഗത്തുള്ള അഴിയൂർ മുതൽ വെങ്ങലം വരെയുള്ള വാഗാടിൻ്റെ റീച്ച് വളരെ മന്ദഗതിയിലാണ് വർക്ക് നടക്കുന്നത്. നിലവിൽ നമ്മുടെ വടകര ടൗൺ ഭാഗത്തുള്ള ഗേഡർ ഇൻസ്റ്റാളേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വളരെ സ്ലോ ആണ്. വടകര ടൗണിലുള്ള ട്രാഫിക് ബ്ലോക്കുകളൊക്കെ നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ സഞ്ചരിച്ചവർക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ബ്രദേഴ്സ് മിനി അടിപ്പാതയിൽ സോളാർ ലൈറ്റ് സ്ഥാപിക്കുക. നമ്മൾ ഈ ഭാഗത്ത് വരുമ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസേജ് പോലെയുള്ള സ്ഥലമാണ്. നമ്മൾ ഈ ഭാഗത്ത് നോക്കുമ്പോൾ അണ്ടർ പാസേജ് പോലെ തോന്നും. മറുവശത്ത് നോക്കുമ്പോൾ ഇതൊരു ഡ്രെയിനേജാണ് കേട്ടോ. സത്യത്തിൽ താഴെയായിട്ട് വെള്ളക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇവർക്ക് അറിയാത്തതാണെന്ന് തോന്നുന്നു. ഇവിടെ ഫ്ലക്സൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത് ഇവിടെ വലിയ രീതിയിലുള്ള ഡ്രെയിനേജാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇവിടെ ഡ്രെയിനേജിന് വലിയ പൈപ്പൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും മഴക്കാലം വരുന്നതോടുകൂടി നല്ല രീതിയിൽ വെള്ളം ഈ ഭാഗത്തൊക്കെ ഒലിച്ചു പോകുന്ന സ്ഥലമാണ്. കൂടാതെ നമ്മുടെ ഈ 6 വരിപ്പാത വന്നാലും ഇതിൽ കൂടി വാഹനം എങ്ങനെ ഓടിക്കണമെന്ന് ട്രാഫിക് റൂൾസ് പലരും പാലിക്കാതെയാണ് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ വലിയ അപകടങ്ങൾ നടന്ന ഏരിയ കൂടിയാണ് നമ്മൾ ഈ പാലോളിപ്പാലം ഭാഗങ്ങളിൽ. റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെ ഒരു പോലീസ് വാഹനം ഇടിച്ച് ഒരാൾ മരണപ്പെട്ടിരുന്നു. അപ്പോൾ എന്തായാലും ഭാഗങ്ങളൊരു ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിക്കേണ്ടതായിരുന്നു. നമ്മുടെ SP ഓഫീസിൻ്റെ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് കേട്ടോ. ഇവിടെ മുതൽ നമ്മുടെ വാഗാടിൻ്റെ വർക്കാണ് സ്റ്റാർട്ടാകുന്നത്. SP ഓഫീസ് കഴിഞ്ഞുള്ള ഭാഗത്തൊരു അണ്ടർ പാസേജ് ഉണ്ട്. അതിൻ്റെ നിർമ്മാണം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലത് ഭാഗത്തുള്ള റോഡിൽ കൂടി 3 വരിപ്പാത കൂടിയാണ് വാഹനങ്ങൾ നമ്മൾ കോഴിക്കോട് ഭാഗത്തോട്ട് പോകുന്നത്.
അപ്പോൾ ഇവിടെ മുതൽ ഡൈവേഷൻ വന്നിട്ട് നിലവിലുള്ള ദേശീയപാത കൂടി ഇരുവശത്തോട്ട് വാഹനങ്ങൾ പോകുന്നുണ്ട്. കൂടാതെ വലതുഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഡ്രെയിനേജ് ഉണ്ട്, അതിൻ്റെ വർക്കും നടന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും നിലവിൽ ഈ അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള ഭാഗങ്ങളിൽ മണ്ണിടിച്ച് ഉയർത്തേണ്ട വർക്ക് ഇനിയും നടക്കാൻ ബാക്കിയുണ്ട്. ഈ അണ്ടർ പാസേജിൻ്റെ വർക്ക് പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ കഴിഞ്ഞ 7 മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഭാഗങ്ങളിൽ വടകര ഭാഗത്ത് വർക്കുകൾ അപ്ഡേറ്റ് ചെയ്തത് കേട്ടോ. ഈ വലതു ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് കുറച്ച് ഭാഗങ്ങളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ചെറിയ ഡൈവേഷൻ വരുന്നുണ്ട്. ഇവിടെ ട്രീ അലൈൻമെൻ്റ് ആണ് വെച്ചിട്ടുണ്ട് കേട്ടോ, വളഞ്ഞ് പോകുന്ന റോഡാണ്. അപ്പോൾ നമ്മുടെ ഈ റെയിൽ പാതയ്ക്ക് സമാനമായിട്ട് തന്നെയാണ് ദേശീയപാതയും കേരളത്തിൽ പല ഭാഗങ്ങളിലും കടന്നു പോകുന്നത്. നമ്മുടെ കാസർഗോഡ് ഭാഗത്തൊക്കെ തീരദേശ മേഖല കൂടിയാണ് ഈ ആറുവരിപ്പാത കടന്നു പോകുന്നത്. കാസർഗോഡ് ടൗൺ കഴിഞ്ഞുള്ള ഭാഗത്ത് വലതുഭാഗത്തായിട്ട് ഗേഡറുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ ഈ വലതുഭാഗത്തുള്ള കുറച്ച് ഭാഗങ്ങളിലായിട്ട് സർവീസ് റോഡും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഈ ഭാഗങ്ങളിലൊക്കെ ഇനിയും ഒരുപാട് വർക്കുകൾ ബാക്കിയുണ്ട്. അപ്പോൾ വളരെ സ്ലോ ആയിട്ടാണ് നമ്മുടെ വാഗാട് കമ്പനി ഇവിടെ വർക്കുകൾ നടത്തിക്കൊണ്ട് പോകുന്നത്. എന്താണെന്ന് അറിയില്ല, അവർക്ക് ഫണ്ട് ഇല്ലാത്തതാണോ കാരണമെന്നും അറിയില്ല. നമ്മുടെ കാസർഗോട്ടെ ആദ്യത്തെ റീച്ച് തലപ്പാടി ചെങ്കള റീച്ചും മലപ്പുറത്തെ 1ഉം 2ഉം റീച്ചും കോഴിക്കോട് ബൈപ്പാസൊക്കെ വർക്കുകൾ ഏകദേശം അവസാന ഘട്ടത്തിലാണ്. ഏകദേശം ഒരു 1-2 മാസങ്ങൾക്കകം റീച്ചുകൾ തുറന്നു കൊടുക്കാൻ പോവുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഈ വാഗാടിൻ്റെ ഈ ഭാഗത്തുള്ള വർക്ക് ഇങ്ങനെ പോയാൽ നമ്മുടെ വാഗാടിൻ്റെ റീച്ചിലെ വർക്കുകൾ പൂർണ്ണമായിട്ടും കഴിയാൻ വേണ്ടിയിട്ട് 2 വർഷത്തോളം എടുക്കും. കരിമ്പന പാലം ഭാഗത്തുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ വീഡിയോ എടുക്കാൻ വരുമ്പോൾ കഴിഞ്ഞ ഏകദേശം ഒരു 7 മാസത്തിന് മുമ്പ് ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടായിരുന്ന പ്രദേശമാണ് കേട്ടോ. ഇവിടെ MNB നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ നിർമ്മാണം ചെറിയ രീതിയിലെങ്കിലും പുരോഗതി ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നിരുന്നാലും മറ്റു റീച്ചുകളെ അപേക്ഷിച്ച് നമ്മുടെ കോഴിക്കോട് തന്നെ നമ്മുടെ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള കോഴിക്കോട് ബൈപ്പാസിൻ്റെ ഭാഗത്ത് 93% വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ 2025 മെയ് മാസത്താണ് അവർക്ക് ടൈം കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പേ പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കാനുള്ള പ്ലാനിലാണ് ഉള്ളത്. എന്തായാലും നമ്മുടെ ഈ വാഗാടിൻ്റെ റീച്ച് അദാനിയാണ് ഏറ്റെടുത്തത്. വാഗാടിനെ ആണ് ഇവർ അദാനി സബ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും 2021 തുടങ്ങിയ വർക്കാണ്, 2025 കഴിയില്ല. 2026 വരെ മെയ് മാസം വരെ ഇവർ സമയം നീട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ 69.2 കിലോമീറ്ററാണ് ടോട്ടൽ ഈ ഹൈവേയുടെ നീളം വരുന്നത്. ഇതിൽ 2 റീച്ചിലായിട്ടാണ് വരുന്നത്. രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയും 28.4 കിലോമീറ്ററാണ് രണ്ടാമത്തെ റീച്ചിൽ. വെങ്ങളം മുതൽ അഴിയൂർ വരെയുള്ള റീച്ച് 40.8 കിലോമീറ്ററാണ്. എന്തായാലും KMCയുടെ വർക്ക് ഏകദേശം 93% കഴിഞ്ഞിരിക്കുകയാണ്. അവർ മെയ് മാസത്തിന് മുമ്പ് തുറന്നു കൊടുക്കാനുള്ള പദ്ധതിയിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വടകര ടൗണിലൂടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു കൾവേർട്ടിൻ്റെ നിർമ്മാണം നടക്കുകയാണ് കേട്ടോ. നിലവിലുള്ള ദേശീയ പാത കൂടിയാണ് വടകരയിൽ കൂടി വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നത്. വടകര പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തുള്ള ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വടകര പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്കുകൾ അനുഭവപ്പെടാറുള്ള സ്ഥലം കൂടിയാണ്. എന്തായാലും ഇവരിങ്ങനെ വർക്ക് ഇഴഞ്ഞു നീങ്ങുന്നത് നല്ല രീതിയിൽ ട്രാഫിക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വടകര പഴയ ടൗണിൽ കൂടിയാണ് അധികം വാഹനങ്ങളും നമ്മുടെ കണ്ണൂർ ഭാഗത്തോട്ട് പോകുന്നത്. ഈ ഭാഗത്തോട്ടേ പോകുമ്പോൾ ട്രാഫിക് കുരുക്കുകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നിലവിലിവിടെ സ്പാനിൻ്റെ വർക്ക് നടക്കുകയാണ്. ഒരു വശത്ത് PR ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് ഭാഗങ്ങളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മറുവശത്ത് സ്പാനിൻ്റെ വർക്ക്, പില്ലറിൻ്റെ വർക്ക് നടക്കുകയാണ്. ഇവിടെ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടക്കുമ്പോൾ ക്രെയിന് പൊട്ടി വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടാതെ ഈ സ്പാനുകൾ തമ്മിൽ ഈ PR ക്യാപ്പിൻ്റെ ഭാഗത്ത് അലൈൻമെൻറ്റ് ശരിയല്ല എന്ന രീതിയിൽ ഈ ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്നിട്ടില്ല. ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഷാഫി പറമ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വടകരയുടെ MP. വാഗാടിൻ്റെ പ്രൊജക്റ്റ് ഹെഡിനോട് വിശദീകരണം നേടിയിട്ടുണ്ടായിരുന്നു ഷാഫി പറമ്പിൽ. അപ്പോൾ അവർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇവിടെയുള്ള എഞ്ചിനീയർമാർ അപ്പോൾ എന്താണ് ചെയ്യുന്നത് നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ, ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ നടന്നിട്ടുള്ള ഏരിയയാണ്. ഇവരെ ഈ മെല്ലെ പോക്ക് എന്താണെന്ന് നമുക്കറിയില്ല.
എന്തായാലും നിലവിലിപ്പോൾ ഗേഡർ ഇൻസ്റ്റാളേഷൻ ഒരു വശത്ത് കുറച്ച് ഭാഗങ്ങളായിട്ട് ഇൻസ്റ്റാളേഷൻ നടന്നിട്ട് അതിന് മുകളിലായിട്ട് ഷട്ടറിങ് പ്രവൃത്തികളും നടന്നിട്ടുണ്ട്, കോൺക്രീറ്റ് വർക്കുകളും നടന്നിട്ടുണ്ട്. വടകരയുടെ ജനങ്ങളുടെ യാത്രാ ബുദ്ധിമുട്ട് എപ്പോഴും തീരുമെന്ന് നമുക്ക് അറിയില്ലട്ടാ. നമ്മുടെ കേരളത്തിലെ മലബാർ ജില്ലയിൽ തന്നെ നമ്മുടെ കാസർഗോഡ്, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് പല ഭാഗങ്ങളിലും ഇപ്പോൾ വർക്കുകൾ അവസാന ഘട്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് നമ്മുടെ വാഗാടിൻ്റെ വർക്ക് 60% മാത്രമാണ് വർക്കുകൾ ഇവിടെ പൂർത്തിയായിട്ടുള്ളത്. 2021 തുടങ്ങിയ വർക്കാണ്, ഏകദേശം 4 വർഷത്തോളമായി. അപ്പോൾ വടകരയിലെ ജനങ്ങൾ ഇത്ര കാലം ദുരിതം അനുഭവിക്കുകയാണ്. മഴക്കാലം വരുന്നതോടുകൂടി വലിയ രീതിയിലുള്ള വെള്ളം കെട്ട് നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ബൈക്കിലൊക്കെ സഞ്ചരിക്കുന്നവർക്ക് വലിയ ഒരു വെല്ലുവിളിയാണ് നമ്മുടെ ഈ വടകര ഭാഗത്ത് പോകുമ്പോൾ അനുഭവപ്പെടുക. എന്തായാലും നമ്മൾ ഈ കാണുന്ന ഭാഗത്താണ് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടക്കാൻ ഇവർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നിലവിലിപ്പോൾ ക്രെയിൻ ഇവിടെ പൊട്ടി വീണിട്ടുള്ള ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. അപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഗേഡർ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുമ്പോൾ ഈ പിയർ ക്യാപ്പിൻ്റെ മുകളിലുള്ള അലൈൻമെൻറ്റ് ശരിയാവാത്തത് കാരണം ഇൻസ്റ്റാളേഷൻ നടന്നിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ് ക്രെയിൻ ഇവിടെ പൊട്ടി വീണിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണിയാണ് ഇവിടെ നേരിട്ടുള്ളത്. ജനങ്ങൾക്ക് അപകടമൊന്നും പറ്റിയിട്ടില്ല, ക്രെയിൻ പൊട്ടി വീണതാണ്. ഇവിടെ മുതൽ ചെറിയ രീതിയിൽ ഡൈവേഷൻ വന്നിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ ഇനിയും പില്ലറിൻ്റെ വർക്ക് തുടങ്ങാൻ ബാക്കിയുണ്ട്. കുറച്ച് ഭാഗങ്ങളിലായിട്ട് പില്ലറിൻ്റെ വർക്ക് നടക്കുക. ഇവിടെ മുതൽ ഡൈവേഷൻ വരുന്നുണ്ട്. ഡൈവേഷൻ വന്നിട്ട് വീണ്ടും സർവീസ് റോഡിലോട്ട് വാഹനങ്ങൾ പോകുന്നുണ്ട് ഇരുവശത്തോട്ടായിട്ട്. അപ്പോൾ റോഡിൽ ഗേഡർ വെച്ചിരിക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഏകദേശം ഒരു 3-4 സ്പാനുകൾക്കിടയിൽ ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്നിട്ടുണ്ട്. കൂടാതെ ഷട്ടറിങ് പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വടകര പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് പൂർണ്ണമായിട്ടും ടൗൺ ഭാഗത്തോട്ട് കടന്നു പോകുന്നതിനാലാണ് ഇത്രയും അധികം ട്രാഫിക് ബ്ലോക്കുകൾ അനുഭവപ്പെടുന്നത്. എന്തായാലും വർക്ക് കഴിയുന്നത് വരെ ഈ ഭാഗത്തുള്ള യാത്രക്കാർക്ക് ദുരിതം തന്നെയാണ്. ഇവിടെ മുതൽ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ചിട്ട് ഏകദേശം കുറച്ച് ഭാഗം മാത്രമാണ് മണ്ണടിച്ച് സെറ്റാക്കിയിട്ടുള്ളത്. ഇനിയും ആ ഭാഗത്ത് നല്ല ഉയരത്തിൽ മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. ഇവിടെ മുതൽ ഡൈവേഷൻ വന്നിട്ട് വീണ്ടും നിലവിലുള്ള ദേശീയപാത കൂടി വാഹനങ്ങൾ ഇരുഭാഗത്തോട്ടും പോകുന്നുണ്ട്. ഇവിടെ കുറച്ച് ഭാഗങ്ങളായിട്ട് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വർക്കുകൾ നടന്നിട്ടുണ്ട്. കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇവർ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണെന്നറിയില്ല ഭാഗങ്ങളിൽ വർക്ക് നടത്തിയിട്ടുള്ളത്. വടകര ആശ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുള്ള ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 2 ഭാഗത്തായിട്ടും മണ്ണടിച്ച് ഏകദേശം ലെവലാക്കി കൊണ്ട് വരുന്നുണ്ട്. വലതുഭാഗത്തായിട്ട് കുറച്ച് ഭാഗങ്ങളിലായിട്ട് ടാറിങ് പ്രവൃത്തികൾ ഇവർ നടത്തിയ ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്തും ഇരുവശത്തോട്ടും മണ്ണ് ഇട്ട് സെറ്റാക്കി കൊണ്ട് വരികയാണ്. അപ്പോൾ ഇവർ ഈ വർക്ക് പെൻഡിങ് ആകുന്നതിന് കാരണം പറഞ്ഞിരിക്കുന്നത് മണ്ണ് കിട്ടാനുള്ള ലഭ്യത കുറവ് മൂലമാണെന്നാണ്. എന്തായാലും നിലവിലിപ്പോൾ ഈ വടകരയുടെ വടക്ക് ഭാഗങ്ങളിലായിട്ട് ഇവർ മണ്ണെടുക്കാനുള്ള സൗകര്യം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വർക്ക് നടന്നിട്ടില്ല കേട്ടോ. നേരത്തെയുള്ള വർക്ക് നടന്നതല്ലാണ്ട് കാര്യമായ വർക്ക് പുരോഗതി കാണാൻ കഴിയുന്നില്ല. ഇവിടെ കുറച്ച് കുന്നുപോലെയുള്ള സ്ഥലമാണ്. അപ്പോൾ വലതുഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഭാഗങ്ങളിലായിട്ട് ടാറിങ് പ്രവൃത്തികൾ നടത്തിയിട്ടുണ്ട്. ഇടതുഭാഗത്തായിട്ട് മണ്ണ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് വർക്കുകൾ ബാക്കിയുണ്ട്. ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. സർവീസ് റോഡ് റെഡിയാക്കാൻ ബാക്കിയുണ്ട്. ആദ്യം സർവീസ് റോഡല്ലേ ഇവർ റെഡിയാക്കേണ്ടത്, അതിനുശേഷമല്ലേ നമുക്ക് വാഹനങ്ങൾക്ക് ഗതാഗത ബുദ്ധിമുട്ടില്ലാതെ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും പല ഭാഗത്തും സർവീസ് റോഡുകൾ റെഡിയാക്കിയതിനു ശേഷമാണ് മെയിൻ റോഡിൻ്റെ വർക്കുകൾ ഇവർ നടത്താറുള്ളത്. ഇവിടെ കാര്യമായ വർക്ക് പുരോഗതി നമുക്ക് കാണാൻ കഴിയുന്നില്ല പല ഭാഗത്തായിട്ടും. നമ്മളങ്ങനെ വടകര പാർക്കോ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. ഈ ഭാഗങ്ങളിലും നേരത്തെ വർക്ക് കഴിഞ്ഞതല്ലാണ്ട് കാര്യമായ വർക്ക് പുരോഗതിയൊന്നും നമുക്ക് നിലവിൽ കാണാൻ കഴിയുന്നില്ല. വലതുഭാഗത്തായിട്ട് കുറച്ച് ഭാഗങ്ങളിലായിട്ട് സർവീസ് റോഡിൻ്റെ ഭാഗത്തായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ പെരുവട്ടം താഴെ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. ഇവരെ നമ്മുടെ വടകര ടൗണിലോട്ട് പോകുന്ന റോഡാണ് ഇടത് ഭാഗത്തായിട്ട് കാണുന്നത്. ഈ ജംഗ്ഷനിൽ അണ്ടർ പാസേജിൻ്റെ മുകളിലായിട്ട് നിലവിലിപ്പോൾ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അണ്ടർ പാസേജിൻ്റെ താഴെയായിട്ട് വാഹനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഇവർ ചുറ്റിയിട്ട് റൗണ്ട് ഇട്ട് വേണം നമ്മുടെ വടകര പഴയ ബസ് സ്റ്റാൻഡിൽ ഭാഗത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. വടകര ബസ് സ്റ്റാൻഡ് ഭാഗത്തോട്ട് ടൗണിലോട്ട് പോകുന്ന റോഡാണ് നമ്മൾ വലതു ഭാഗത്തായിട്ട് നിലവിൽ കാണുന്നത്. അപ്പോൾ ഒരു വശത്തായിട്ട് കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്, മറുവശത്ത് ഷട്ടറിങ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ
കുറച്ച് ഭാഗങ്ങളുടെ ഇനി കുറച്ചും ഭാഗങ്ങൾ മാത്രമാണ് ഇനി കോൺക്രീറ്റ് വർക്കുകൾ ഷട്ടറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ് നടക്കാൻ ബാക്കിയുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ കണ്ണൂർ ഭാഗത്തോട്ട് പോകുമ്പോൾ നിലവിൽ ഈ ഭാഗത്തൊന്നും വർക്കുകൾ പുരോഗതി കാണാൻ കഴിയില്ല കേട്ടോ. നിലവിലുള്ള ദേശീയപാത കൂടി മാത്രമാണ് വാഹനങ്ങൾ ഇരുഭാഗത്തോട്ടും പോകുന്നത്. നമ്മൾ ചോറോട് ഭാഗത്തുള്ള റെയിൽവേ ROB ബ്രിഡ്ജിൻ്റെ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വടകര ചോറോട് ഭാഗത്തുള്ള റെയിൽവേ ROB ഭാഗത്ത് പുതുതായി നിർമ്മിക്കുന്ന ബോസ്റ്റിംഗ് ബ്രിഡ്ജാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അതിൻ്റെ നിർമ്മാണം നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഈ ബ്രിഡ്ജ് നിർമ്മിക്കുക കേട്ടോ. അപ്പോൾ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷമായിട്ടുണ്ടാവും ഈ പാലത്തിന് മുകളിലായിട്ട് ഇവർ ഇൻസ്റ്റാൾ ചെയ്യുക. എന്തായാലും നല്ല രീതിയിലുള്ള വർക്ക് നമുക്ക് ഈ പാലത്തിൻ്റെ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. നിലവിലിപ്പോൾ 3-2 അനുപാതത്തിലായിട്ടും ഇവിടെ വാഹനങ്ങൾ ഗതാഗതം പോകുക കേട്ടോ. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇനിയും വർക്കുകൾ തുടങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞുള്ള ഭാഗത്തൊരു അണ്ടർ പാസേജ് വരുന്നുണ്ട്. അതിൻ്റെ നിർമ്മാണം നിലവിലിപ്പോൾ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മുതൽ ഡൈവേഷൻ വന്നിട്ടുണ്ട്. പഴയ ദേശീയപാതയാണ് നമ്മൾ ഈ ഇടത് ഭാഗങ്ങളിലായിട്ട് കാണുന്നത്. അപ്പോൾ ഈ അണ്ടർ പാസേജിൻ്റെ നിർമ്മാണം നടക്കുന്നതിനാൽ വലത് ഭാഗത്തുള്ള റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നത്. നമ്മൾ ഈ ROB ഒക്കെ നിർമ്മിക്കുമ്പോൾ നമ്മുടെ റെയിൽവേയുടെ അനുമതിക്കായിട്ട് ഒരുപാട് നാളുകൾ കാത്ത് ഇരിക്കേണ്ടി വരുന്നുണ്ട്. നമ്മുടെ നീലേശ്വരം പള്ളിക്കര ഭാഗത്തൊക്കെ റെയിൽവേ ഓവർ ബ്രിഡ്ജ് നിർമ്മാണം കഴിഞ്ഞിട്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇവിടെ തുറന്നു കൊടുത്തിട്ടുള്ളത്. എന്തായാലും നിലവിലിപ്പോൾ നല്ല രീതിയിൽ ഈ ഭാഗങ്ങളിലായിട്ട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള ഭാഗങ്ങളിൽ ഇവിടെ വലത് ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണം നിലവിൽ നടന്നിട്ടുണ്ട്. കൂടാതെ മണ്ണടിച്ച് സെറ്റാക്കിയിട്ട് ഇവർ RE പാനലൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇടത് ഭാഗങ്ങളിലായിട്ട് മണ്ണിട്ട് സെറ്റാക്കിയിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗങ്ങളിലായിട്ട് മണ്ണടിച്ച് ഉയർത്തിയിട്ട് RE പാനൽ റെഡിയാക്കി വെച്ചിട്ട് വർക്കുകൾ കുറച്ചെങ്കിലും ഭാഗങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നതാണ്. ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടില്ല, എന്നിരുന്നാലും മണ്ണടിച്ച് ഉയർത്തി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വർക്കുകൾ ഇങ്ങനെ നീണ്ടു പോകുന്നത് ഇതിലെ കൂടി യാത്ര ചെയ്യുന്ന ജനങ്ങൾക്ക് പൊടി തിന്ന് ഇവരെ ദുരിതം അനുഭവിക്കുക അല്ലാണ്ട് വേറെന്ത് നമുക്ക് പറയാൻ കഴിയും. നിലവിലിപ്പോൾ വലതുഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇടത് ഭാഗങ്ങളിലായിട്ട് സർവീസ് റോഡും റെഡിയാവാൻ ബാക്കിയുണ്ട് കേട്ടോ. നിലവിലുള്ള ദേശീയപാത കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകും. നമ്മൾ കൈനാട്ടി അണ്ടർ പാസേജിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൈനാട്ടി 4 സ്പാനോട് കൂടിയ അണ്ടർ പാസേജാണ് ഇവിടെ അനുവദിച്ചിട്ടുള്ളത്. ഇനി ഈ ഭാഗത്തൊക്കെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് നടക്കാം. അപ്പോൾ നേരത്തെ വർക്കുകൾ കഴിഞ്ഞ ഏരിയയാണ്. അതിനുശേഷം കാര്യമായിട്ട് ഇനി ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇനിയും ഒരുപാട് മണ്ണടിച്ച് ഉയർത്തി വെക്കേണ്ട വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത്. എന്തായാലും ഇവർ മണ്ണിന് ലഭ്യത കുറവുണ്ട്, മണ്ണ് ക്ഷാമമുണ്ട് എന്ന് പറഞ്ഞാണ് ഇവർ ദേശീയപാതയുടെ നിർമ്മാണം ഇഴയുന്നതിന് കാരണമായി പറഞ്ഞിട്ടുള്ളത്. നിലവിൽ മണ്ണെടുക്കാനുള്ള സൗകര്യം കിട്ടിയിട്ടുണ്ട്. എന്തായാലും വർക്കുകൾ പെട്ടെന്ന് ഈ ഭാഗങ്ങൾ പൂർത്തീകരിക്കട്ടെ എന്ന് നമുക്ക് എന്തായാലും പറയാം. ഒരു ഭാഗത്ത് കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്, മറുവശത്ത് ഇനി ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്നിട്ടുണ്ട്. ഷട്ടറിംഗ് പ്രവർത്തികൾ നടത്തിയിട്ട് മുകളിൽ കോൺക്രീറ്റ് വർക്ക് നടക്കാനാണ് വർക്കുകൾ ഇനി പൂർത്തീകരിക്കാൻ ബാക്കിയുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ തലശ്ശേരി ഭാഗത്തോട്ട് പോകുമ്പോൾ കാര്യമായ വർക്ക് പുരോഗതി നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നില്ല. നേരത്തെയുള്ള വർക്ക് കഴിഞ്ഞതല്ലാണ്ട് കാര്യമായിട്ട് വർക്കൊന്നും നടന്നിട്ടില്ല കേട്ടോ. എന്തായാലും വടകര ഭാഗത്ത് നമ്മുടെ അഴിയൂർ മുതൽ വെങ്കലം വരെയുള്ള നമ്മുടെ വാഗാടിൻ്റെ റീച്ചിലെ വർക്കുകൾ 60% മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. അപ്പോൾ 2026 വരെ സമയം ചോദിച്ചിട്ടുണ്ട്. എന്തായാലും 1.5-2 വർഷത്തോളം എടുക്കും ഇവിടെ വർക്ക് പൂർണ്ണമായിട്ടും കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കില്ല. നമ്മൾ കണ്ണൂർ ജില്ലയിലുള്ള വീഡിയോസാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം നമ്മൾ കണ്ണൂർ ഭാഗത്ത് കവറാക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ മാഹി ബൈപ്പാസാണ്. നമ്മളത് മുൻപ് ചെയ്തതാണ് വീഡിയോ, അവിടെയൊക്കെ വർക്ക് കഴിഞ്ഞതല്ലേ. എന്തായാലും ഇനി വടകര ഭാഗത്തുള്ള കോഴിക്കോട് റീച്ചിലെ വീഡിയോസാണ് വരാൻ പോകുന്നത്. നമ്മുടെ കൊയിലാടി ബൈപ്പാസിലെ വീഡിയോസൊക്കെ വരാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മളെ ഈ കൈനിക്കര ഭാഗം മുതൽ അഴിയൂർ വരെയുള്ള വീഡിയോ ഉണ്ട്. കൂടാതെ തിക്കോടി ഭാഗത്തുള്ള വീഡിയോസ്, നന്ദി മുതൽ നമ്മുടെ മൂരാട് പാലം വരെയുള്ള വീഡിയോസും ചെയ്യാൻ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.